പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, തിരുക്കുടുംബത്തിന്റെ നിറസാന്നിധ്യത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗത്തിന്റെ വലിയ സമാധാനവും സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപകളും നിറയപ്പെട്ട ഒരന്തരീക്ഷമാക്കി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, സ്വർഗം തുറന്ന് അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ കുടുംബത്തില്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ അന്നു വേണ്ട ആഹാരം നൽകി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് പറഞ്ഞില്ലേ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് യാചിച്ച് പ്രാർത്ഥിക്കാൻ അപ്പനിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ വചനമനുസരിച്ച് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ അന്നു വേണ്ട ആഹാരം, ഡെയിലി ബ്രെഡ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം, സഹായം ഞങ്ങളുടെ കുടുംബത്തില് കാനായിലെ വീട്ടിലെന്ന പോലെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വലിയ കരുണയാൽ വീണ്ടും ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകി നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം, ഇന്നത്തെ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അന്നു വേണ്ട ആഹാരം, ജോഷുവയുടെ പുസ്തകത്തില് 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്: നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. കർത്താവ് തന്റെ പ്രിയപ്പെട്ട മകൻ ജോഷുവയോട് പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യുവാവാണ് ജോഷുവ. ജോഷുവയുടെ ഒരു സ്വഭാവം നമ്മള് പുറപ്പാട് പുസ്തകത്തില് 33-ാം അധ്യായത്തില് സമാഗമ കൂടാരത്തില് മോശ പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ സ്നേഹിതനോടുന്ന പോലെ ദൈവമായ കർത്താവ് മോശയോട് സംസാരിക്കുന്ന ഒരു സംഭവം. ഇത് കണ്ട് ഈ ജോഷുവ എന്ന് പറയുന്ന നൂനിന്റെ പുത്രനായ ഈ മകൻ, അവൻ മോശ കൂടാരം വിട്ട് പോയാലും അവിടെ ഇരുന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ അതുപോലെ കൂടെ നിർത്തിയ ഒരു യുവാവാണ്. അതുകൊണ്ട് തന്നെ ഈ ജോഷുവയെ മോശയുടെ പിൻഗാമിയായിട്ട് ദൈവം തെരഞ്ഞെടുത്തു. എന്തുകൊണ്ടാ? ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ കൂടെ നിർത്തിയത് കൊണ്ട്. ഞാൻ പറയാണ് മക്കളെ, ഈ ഒരു അഭിഷേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒത്തിരി മക്കൾ അച്ഛൻ കണ്ടിട്ടുണ്ട്, ജോഷുവയെ പോലെ കർത്താവിന്റെ കൂടെ ഇരുന്ന് ദിവികാരനാഥനെ കൂടെ ഇരുത്തി കർത്താവിനെ കൂടെ നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന മക്കള്. അവരോട് ദൈവം പറഞ്ഞ കാര്യം എന്താണ്? നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ. മോശയെ കണ്ട ജോഷുവ ദൈവത്തോട് കൂടെ ഇരുന്ന്, അതുകൊണ്ട് ആ മോശയുടെ കൂടെയുള്ള കർത്താവിന്റെ വാസവും പ്രവർത്തികളും കണ്ടവന ജോഷുവ. അതുകൊണ്ട് ജോഷുവ പറയാ, മോശയുടെ കൂടെ എന്ന പോലെ ഞാനും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ മക്കളോടുള്ള വലിയൊരു പ്രോമിസാണ്. ഇത് ജോഷയ്ക്ക് മാത്രമുള്ള വാഗ്ദാനമല്ല, ഇത് എല്ലാ യുവമക്കൾക്കും, കർത്താവിന്റെ കൂടെ ജീവിക്കുന്ന, കർത്താവിനെ വിലമതിക്കുന്ന, കർത്താവിനെ കൂടെ നിർത്തുന്ന എല്ലാ മക്കൾക്കും. ഇത് ഞാനാകാം, നീയാകാം, നമ്മുടെ മക്കളാകാം, ആരുമാകട്ടെ,
കർത്താവിനെ കൂടെ നിർത്തിയാൽ കർത്താവ് അവനും അവൾക്കും നൽകുന്ന വലിയ വാഗ്ദാനമാണ്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ഒരിക്കലും. അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നവ നീ കൃത്യമായി പാലിക്കണം, ഇടം വലം വ്യതിചലിക്കരുത്, മോശയിലൂടെ നൽകപ്പെട്ട കൽപ്പനകള് അതുപോലെ പാലിക്കണം. അങ്ങനെ ദൈവത്തെ വചനത്തെ ചേർത്ത് പിടിച്ച് ഇടം വലം തിരിയാതെ ജീവിച്ചാൽ എന്താ പറയാ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം, മക്കളെ കർത്താവിനെ കൂടെ നിർത്ത്, കർത്താവിന്റെ കൂടെ ഇരിക്കേ, കുർബാന സ്വീകരിക്കേ, ദിവ്യാനസ്ഥാനിൽ പോയിരിക്കേ, ദേവാലയത്തിൽ പോ, കർത്താവിനെ ചേർത്ത് പിടിക്കേ, കർത്താവിനെ കൂടെ ഇരിക്കേ. ജോഷുവയെ ഒരു മാതൃകയാക്കി കർത്താവിന് മുമ്പില് ഇന്ന് നമ്മുടെ മക്കളെ ഉയർത്തി നമുക്ക് സമർപ്പിക്കാം. നമ്മളും അതുപോലെ മോശയെ പോലെ ജോഷുവയെ പോലെ കർത്താവിന്റെ കൂടെ ഇരുന്ന് കർത്താവിനെ കൂടെ നിർത്തി കർത്താവ് യുദ്ധം ചെയ്യുന്ന കണ്ടില്ലേ, കർത്താവ് യുദ്ധം ചെയ്യും, ഒരിക്കലും തോൽക്കില്ല, കൈവിടില്ല. കർത്താവ് വിശ്വസ്തനാണ്. ഈ അഭിഷേകത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജോഷയുടെ ഒരു ഹൃദയം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ജോഷയെ അങ്ങയോട് ചേർത്തിരുത്തിയത് കർത്താവെ അങ്ങയുടെ വലിയൊരു കൃപയാണല്ലോ, അഭിഷേകമാണല്ലോ. ആ അഭിഷേകവും കൃപയും ഞങ്ങളുടെ മക്കൾക്ക് നൽകി ഞങ്ങളുടെ മക്കൾ അങ്ങയോട് ചേർന്നിരിക്കട്ടെ. അങ്ങയെ കൈവിടാതെ അങ്ങയെ കൂടെ നിർത്തി ഞങ്ങളുടെ മക്കൾ ജീവിക്കാൻ ഇടയാകട്ടെ. അതുപോലെ മോശയുടെ സാന്നിധ്യത്തില് ആ ജോഷുവ ഇരുന്ന പോലെ ഞങ്ങളുടെ മക്കള് അങ്ങയോട് കൂടെ ഇരുന്ന് ജോഷുവയെ കണ്ട് മോശയെ കണ്ട് അങ്ങയുമുള്ള ആഴമായ ബന്ധത്തിന്റെ അനുഭവത്തില് കർത്താവേ അങ്ങയെ കൂടെ നിർത്തി അങ്ങയുടെ വാഗ്ദാനങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ ഒരിക്കലും കൈവിടാത്ത ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെയൊക്കെ പലരും തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. മദ്യം തോൽപ്പിക്കുന്നു, ലവ് ജിഹാദ് തോൽപ്പിക്കുന്നു, അന്യമതസ്ഥർ തോൽപ്പിക്കുന്നു, ജോലി മേഖല തോൽപ്പിക്കപ്പെടുന്നു, ഇന്റർവ്യൂവിൽ തോൽപ്പിക്കപ്പെടുന്നു, പാപം തോൽപ്പിക്കപ്പെടുന്നു, മൊബൈൽ തോൽപ്പിക്കുന്നു, വ്യഭിചാരം തോൽപ്പിക്കുന്നു, ലോകം തോൽപ്പിക്കുന്നു. കർത്താവ് ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഒറ്റ വഴിയുള്ളൂ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ കർത്താവിനെ അതുപോലെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ മക്കൾക്കാകട്ടെ. കർത്താവിനെ കൊണ്ട് എവിടെ പൊക്കോട്ടെ, ജർമ്മനിയിലോ അമേരിക്കയിലോ UK-ലോ അയർലൻഡിലോ ബാംഗ്ലൂരോ ബോംബെയിലോ ഏത് കൊച്ചിയിലോ ഏത് എറണാകുളത്തോ ഏത് പിശാചിന്റെ കൂടാരത്തിലേക്ക് പൊക്കോട്ടെ. പക്ഷേ തോൽപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ കർത്താവ് പറയാ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടില്ല. കർത്താവെ, ഞങ്ങളുടെ മക്കളെ അതുപോലെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങേ കൂടെ നിർത്തി ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പില് തിരുക്കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ നിറസാന്നിധ്യത്തില് മോശയുടെയും ജോഷുവയുടെയും പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കട്ടെ. മക്കളെ, ആമേൻ. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ദിവ്യകാരീശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അങ്ങയുടെ സജീവ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ ശപിക്കപ്പെട്ട മണ്ണില് ശത്രുക്കളാൽ നിറയപ്പെട്ട ഈ ലോകത്തില് ജഡമായി പോയ ഈ ശരീരത്തില് അങ്ങയുടെ മക്കൾക്ക് വിജയിക്കണമെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ കർത്താവെ ഇതുപോലെ സജീവനായിട്ട് സമീപസ്ഥനായിട്ട് കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യമായിട്ട് അങ്ങ് മാറിയത്. കർത്താവെ, അങ്ങേ അറിഞ്ഞ് സ്വീകരിച്ച ജോഷുവയെ പോലെ അങ്ങയോട് കൂടെ ഇരുന്ന മോശയെ പോലെ ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും ഇന്നേ ദിനം അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, അങ്ങേ കൂടെ നിർത്തിയ ഒരുവൻ പോലും തോൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങയിൽ ആശ്രയിച്ചിട്ട് ആരും ഭഗ്നാശരായിട്ടില്ല. അങ്ങ് അതല്ലേ പറഞ്ഞ് ജോഷുവായെ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ലട്ടോ, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങ് പറഞ്ഞത് മാറ്റമില്ലാത്ത വചനമാണ്. ഒരിക്കലും നിന്നെ കൈവിടില്ലെന്ന് അങ്ങ് പറഞ്ഞില്ലേ? ഞങ്ങളെ കൈവിടാത്ത സ്നേഹമായ വിശ്വസ്തനായ കർത്താവേ, വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന സർവാധിപനായ കർത്താവേ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ജോഷുവായുടെയും മോശയുടെയും മധ്യസ്ഥത്തില് ഞങ്ങൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയെ കൂടെ നിർത്താൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ, അങ്ങ് യുദ്ധം ചെയ്യുന്ന, ഒരിക്കലും ആർക്കും തോൽപ്പിക്കപ്പെടാൻ പറ്റാത്ത ആ വലിയ കരുത്തുള്ളവരാക്കി, ശക്തരാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണമേ കർത്താവേ. ഞങ്ങളുടെ മക്കൾ തോൽക്കാതിരിക്കണേ കർത്താവേ. ഞങ്ങളുടെ മക്കൾ തോൽക്കാതിരിക്കണം. ഞങ്ങളുടെ മക്കളെ ആർക്ക് തോൽപ്പിക്കാൻ സാധിക്കാത്ത വിധത്തില് അങ്ങയുടെ സജീവ സാന്നിധ്യം ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകട്ടെ. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മളെല്ലാ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കാം. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷ എഴുതി വിജയം കാത്തിരിക്കുന്ന മക്കള്, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കള്, പല മേഖല, ഇന്റർവ്യൂ, ജോലി, ഒത്തിരിയേറെ ടെസ്റ്റുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട് സമയത്ത് ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നവര്, വിദേശത്ത് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവര്, അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന മക്കള്, ശോയെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഇങ്ങ് തോൽക്കരുത് കേട്ടോ. ഞങ്ങളുടെ മക്കൾ ജയിക്കണം. ആർക്കും തോൽപ്പിക്കാൻ ഇടയാകരുത്. എവിടെ പോയാലും, ഏത് രാജ്യത്ത് പോയാലും, ഏത് വ്യക്തിയുടെ മുമ്പിൽ പോയാലും, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും, ഏത് ജോലിക്ക് പോയാലും, ഏത് പിശാചിന്റെ കൂടാരത്തിലേക്ക് ഞങ്ങളുടെ മക്കൾ വലിച്ചെറിയപ്പെട്ടാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മക്കളുടെ കൂടെ വേണം. അങ്ങ് ഞങ്ങളുടെ മക്കളെ വിജയിപ്പിക്കണം. ഞങ്ങളുടെ മക്കളെ ആരും തോൽപ്പിക്കാൻ പാടില്ല കർത്താവെ. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അതിനായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ വചനം ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹമായി അനുഭവമാൻ, ഞങ്ങളുടെ മക്കൾക്ക് അനുഭവവേദ്യമായി തീരട്ടെ. വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും ജീവിതങ്ങളിലും ഈ വചനം സംഭവിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വലിയ അഭിഷേകത്തിന് നിയോഗത്തിന് വേണ്ടി നമ്മുടെ മക്കളെയും കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് ഓരോ മേഖലകൾക്കും വേണ്ടി, മക്കൾ ജയിക്കാനുള്ള മേഖല, ഇനി അധികം മക്കൾ തോറ്റെടുക്കുന്ന മേഖല ഉണ്ടെങ്കിൽ ആ മേഖലകൾക്കൊക്കെ വേണ്ടി കർത്താവിന്റെ ഈ വാഗ്ദാനം സ്വീകരിച്ച് മക്കൾക്ക് വേണ്ടി, അഭിഷേകത്തിന്, കൃപയ്ക്ക് വേണ്ടി, ഇടപെടലിന് വേണ്ടി, വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ദിവ്യവരങ്ങൾ ചിന്തി ഞങ്ങളുടെ മക്കളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ശക്തിയാൽ, അഭിഷേകത്താൽ, വിജയത്താൽ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് സ്വയം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.